എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒരു ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കുന്നതാണ്. ഷുഗറിനെ കൊണ്ടാണ് ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കുന്നത്. ഏതായാലും ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് ലോഞ്ച് ചെയ്യാം. ആദ്യം ഇതുപോലുള്ള PVC പൈപ്പ് കട്ട് ചെയ്തെടുക്കണം. ഏതാണ്ട് ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പീസ് എടുക്കാം. ഇത് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഈ ഒരു പീസ് മതി നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ പൈപ്പിൻ്റെ അകത്തേക്ക് നിറക്കേണ്ടത് ഇതുപോലുള്ള ക്ലേ ആണ്. സാധാരണ എല്ലാവരും മിൽട്ടാണി വെൽറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അത്ര സക്സസ് ആവണമെന്നില്ല. ഏറ്റവും നല്ല ഇതുപോലത്തെ ക്ലേ ആണ് നല്ലത്. ഇതിനുള്ളിലേക്ക് നിറക്കാം. ഇനി അതിനുശേഷം ഇതുപോലുള്ള മരത്തടി എടുത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കിട്ടും. പിന്നെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഒരു ഗ്യാപ്പും വരാൻ പാടില്ല. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തും കൂടെ കറക്റ്റായി. ഓക്കെ, ഇത് 4 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാര മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. നല്ല പൗഡർ പോലെ ആയിട്ടുണ്ട്. പിന്നെ എടുക്കേണ്ടത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. ഇതൊരു 6 ടീസ്പൂൺ എടുക്കണം. ഈ പൊട്ടാസ്യം നൈട്രേറ്റും മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കണം. ഈ പൊട്ടാസ്യം നൈട്രേറ്റ് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ പൗഡറായിട്ട് വന്നിട്ടുണ്ട്. ഈ പൊട്ടാസ്യം നൈട്രേറ്റും ഷുഗറും നല്ല രീതിയിൽ പൗഡർ പോലെ ആയിട്ടുണ്ട്. പൊട്ടാസ്യം നൈട്രേറ്റ് 60%, അതായത് 6 ടീസ്പൂൺ എടുത്താൽ മതി. ഈ ഷുഗർ പഞ്ചസാര 40%, അതായത് 4 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ രണ്ടും കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല. സ്പാർക്കാവും, മിക്സി പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക വേണ്ടത്. ഇത് ഷുഗറാണ്. ഇനി അടുത്തത് പൊട്ടാസ്യം നൈട്രേറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ് രണ്ടും കൂടി മിക്സ് ചെയ്യണം നല്ല രീതിയിൽ. രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നടത്താനുണ്ട്. അതായത് കുറച്ചൊരു ടീസ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ സ്പാർക്ക് ടെസ്റ്റ് ചെയ്ത് വെക്കാം. അത് പുറത്തുനിന്ന് ചെയ്ത് വെക്കാം, ഇവിടുന്ന് ചെയ്ത് ശരിയാവില്ല. ഇതിൻ്റെ സ്പാർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിച്ച് വെക്കാം. എത്രത്തോളം സ്പാർക്ക് ഉണ്ട് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്കൊരു ഉറുമ്പലും വരുന്നുണ്ട്. അത് പോയി. കത്തതിനടുത്ത് എത്താനായി. ഇതിനടുത്ത് എത്താനായിട്ടുണ്ട്. ഈ സ്പാർക്ക് എത്ര പോരെ. നല്ല സ്പാർക്ക് ഉണ്ട് ഇതിന്. ഇനി മിക്സ് ചെയ്ത പൗഡർ ഈ PVC പൈപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഓരോ ടീസ്പൂൺ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതുപോലുള്ള തടി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ PVC പൈപ്പിലേക്ക് ഈ പൗഡർ മുഴുവനായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പണി ഇതിൻ്റെ എൻഡിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഈ ക്ലേ ഫില്ല് ചെയ്യലാണ്.
നല്ല രീതിയിൽ അമർത്തി കൊടുക്കണം ഇതുപോലെ. തൽക്കാലത്തേക്ക് ഇത്ര മതി. അതിനുശേഷം സാൻഡ് പേപ്പർ വെച്ചിട്ട് ഈ PVC പൈപ്പിലേക്ക് നല്ല രീതിയിൽ ഉരച്ചു കൊടുക്കണം. എന്നാലും നല്ല രീതിയിലുള്ള കളർ വരുള്ളൂ. മാത്രമല്ല ഇതിന് കുറച്ച് തിക്നെസ് കുറയാനുണ്ട്. ഏതാണ്ട് ബ്രഹ്മോസ് മിസൈൽ ഈ PVC പൈപ്പിൻ്റെ അതേ നിറമാണ്. എന്തായാലും സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ചു കൊടുക്കാം. സാൻഡ് പേപ്പർ വെച്ച് PVC പൈപ്പ് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഏതാണ്ട് ബ്രഹ്മോസ് മിസൈൽ പോലെ തന്നെ കാണാനുണ്ട്, അതേ കളറ്. ഇനി വേണ്ടത് ഇവിടെ പേര് എഴുതലാണ്. ബ്രഹ്മോസ് എഴുതലാണ്. അത് നമുക്ക് മാർക്കർ കൊണ്ട് എഴുതാം. ഇതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത പണി ഈ മിസൈലിൻ്റെ മുകളിലായിട്ടൊരു കോണ് പോലുള്ള സംഭവമുണ്ട്, അത് ഉണ്ടാക്കണം. അത് ഏതെങ്കിലും ഒരു ചെറിയൊരു തിക്നെസ് കുറഞ്ഞ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കാം. ഇനി ചെറിയൊരു പണിയും കൂടിയുണ്ട്. മിസൈലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു വിങ്സ് പോലെ ഉണ്ട്, 4 ഉണ്ടാവും. അതും ചെറിയൊരു കാർബോർഡ് കൊണ്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ വിങ്സ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒട്ടിക്കുക. ഇതിൻ്റെ വിങ്സൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു പണിയും കൂടിയുണ്ട്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു 5mm ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഹോളുണ്ടാക്കി അതിനുശേഷം ഒരു തിരി ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. തിരിയും ഫിറ്റ് ചെയ്ത് എല്ലാ പണിയും റെഡിയായി. നമ്മളെ ബ്രഹ്മോസ് മിസൈൽ ലോഞ്ച് ചെയ്യുന്ന പരിപാടിയാണ്. അതിന് സപ്പോർട്ടായിട്ട് ഒരു വടിയും പിന്നെ ട്രൈപോഡിൻ്റെ മുകളിൽ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ തിരിയിലേക്ക് തീ കൊടുക്കാം. നമ്മൾ ബ്രഹ്മോസ് മിസൈൽ ചെറുതായിട്ട് ഫെയിലായി. ഇവിടെ മൊത്തം പോകണ്ട. അത് നല്ല വൃത്തിക്ക് നാളെ ആക്കാം. ഓക്കെ, ഇന്ന് മഴക്കാറൊക്കെയായി. നമ്മൾ ബ്രഹ്മോസ് 2ാമത്തെ ദിവസം ലോഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പം ചെറിയൊരു മഴയുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് ലോഞ്ച് ചെയ്യാം. ബ്രഹ്മോസ് കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബ്രഹ്മോസ് ചെയ്യാനല്ലോ. അത് പണി പാളിയാട്ടോ. കത്തിയ അയ്യോ കത്തിയല്ലത് ഒന്നുമില്ല. അത് മഴയുണ്ട്. പക്ഷേ മൊത്തം തീ പിടിച്ച് ട്രൈപോഡും പോയി. നമ്മൾ കത്തി വെച്ച് മൊത്തം ഒരുക്കി പോയിട്ടാ. അയ്യോ നമ്മൾ ട്രൈപോഡിൻ്റെ ആയിരുന്നു തീർന്നേ. നമ്മുടെ ബ്രഹ്മോസ് പരാജയപ്പെട്ട് കേസ് ഇതാ ഇപ്പം ഇതിൻ്റെ അവസ്ഥയാണ്. ആ PVC പൈപ്പിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ട്രൈപോഡ് നോക്കിയാൽ ട്രൈപോഡ് ആകെ കത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ മുതലേ കാത്തുന്ന ആൾക്കാരാണ്. ഇപ്പോൾ 5 മണി 5:30 ആയി. ഇപ്പോൾ ടോട്ടലി നമ്മൾ ഫെയിൽഡായി പോയി. ഇത്രയും നേരം കാത്തു നീയാണ്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, നമ്മളെ എല്ലാം സ്റ്റാൻഡ് എല്ലാം മൊത്തം പോയില്ലല്ലേ. എന്നാ പറയില്ലേ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് പറയാനല്ലേ എന്ന് പറയില്ല. പാകിസ്ഥാനിലേക്ക് വിട്ടിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. പക്ഷെ നമ്മളെ ഇന്ത്യൻ ആർമി വിട്ടിട്ടല്ല അടിപൊളിയായിട്ട് പാകിസ്ഥാനിൽ പോയി പൊട്ടിയിരുന്നു. പക്ഷെ നമ്മൾ വിട്ടപ്പം ഇങ്ങനെ ആയിപ്പോയി അല്ലേ. വെറുതെ അറിയില്ലേ സ്റ്റാൻഡ് പൊട്ടിയതെ. സാധാരണ ബ്രഹ്മോസ് പാകിസ്ഥാൻ പൊട്ടിയില്ല പരിപാടി അല്ലേ. വെറുതെ അറിയില്ലേ. നമ്മള് കൊറേ നേരമായി വെയിറ്റ് ചെയ്യുന്നേ.
നമ്മള് ഇവനാണെങ്കിൽ 10 പ്രാവശ്യം അച്ഛൻ പോയി നോക്കി ആയോ ലോഞ്ച് ചെയ്യാൻ പറ്റില്ലേ? അതെ ഇവര് 4 പ്രാവശ്യം പോയി നോക്കി. പിന്നെ ഞാനാണെങ്കിൽ പിന്നെ വന്നപ്പോ കൊറേ നേരം നിൽക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ മഴയുണ്ടായിരുന്നു. പിന്നെ മഴ ഇപ്പൊ ചെറുങ്ങനെ ഇല്ല, അതുകൊണ്ട് വിടാന്ന് വെച്ച്. പക്ഷെ ഈ സ്റ്റാൻഡിൽ സാധനം കുടുങ്ങിപ്പോയി. ഇങ്ങനെയായിപ്പോയി. സ്റ്റാൻഡും പൊട്ടി, സാധനവും പൊട്ടി. പാകിസ്ഥാനിന് പകരം സ്റ്റാൻഡ് പൊട്ടി. പിന്നെ ഇതും പിന്നെ മറ്റേ എന്തായിരുന്നു പൈപ്പ് പൊട്ടി. ഇതും കൂടി അങ്ങോട്ട് പഠിപ്പിച്ചു വിടായിരുന്നു നേരത്തെ എന്റെ കഷ്ടപ്പെട്ട്. അപ്പൊ ഗൈസ് ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. മാമാച്ചി കുറച്ച് കാര്യങ്ങൾ പറയട്ടെ കേട്ടോ. ഓക്കെ ശരി. ഗൈസ് നിങ്ങളിപ്പം കണ്ടില്ലേ, നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൽ പരാജയപ്പെട്ടു. ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒന്നാന്ന് വെച്ചാൽ ഇപ്പം നല്ല മഴയുണ്ട്. ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു, ആ സമയത്ത് പരാജയപ്പെട്ടു. ആകെ ടോട്ടലി എല്ലാം കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ രീതിയിലും ഒരുപാട് യൂട്യൂബിലൊക്കെ ഷുഗർ റോക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അവർ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്ന കണ്ടിട്ടാണ് അത് ഉണ്ടാക്കിയത്. പക്ഷെ നമുക്ക് എന്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒന്നാന്ന് വെച്ചാൽ PVC പൈപ്പിൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോയി. പിന്നെ അതിന് ഒരുപാട് വെയിറ്റ് ഉണ്ടായിരുന്നു ആ മിസൈലിൽ തന്നെ, അത്രയധികം വെയിറ്റ് പാടില്ല. പിന്നെ നല്ല മഴയുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിപ്പോയി. പിന്നെ ഈ ട്രൈപോഡിൻ്റെ മുകളിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ പാടില്ലായിരുന്നു. ഏതായാലും നമ്മൾ ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് അത് ഭയങ്കര ബ്രഹ്മോസ് പരാജയപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമായിരിക്കും. പക്ഷേ നമ്മൾ വെറുതെ ജസ്റ്റ് ഫോർ ഫൺ എന്ന രീതിയിലാണ് ചെയ്തത്. ഓക്കെ, ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു മിസൈൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ലോഞ്ച് ചെയ്യാം. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് നല്ലൊരു ഷുഗർ റോക്കറ്റ് ഉണ്ടാക്കാം. നല്ല ബ്രഹ്മോസിനെക്കാട്ട് നല്ല അടിപൊളി മിസൈൽ ഉണ്ടാക്കാം. ഏതായാലും കമൻറ്റ് ബോക്സിൽ തന്നെ ചീത്ത വിളിക്കരുത്. ഇന്ത്യൻ ആർമിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നൊക്കെ അറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഏതായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.